Anakumule. Essa aqui é elefante, né? Elefante. Como pesa? അതിൻ്റെ തല കാട്ടുപോത്തിൻ്റെ തല ഉണ്ടല്ലേ. ഇപ്പോൾ എക്സിബിഷനായിട്ട് എല്ലാ സംഭവം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഫ്രിക്കയിൽ വിശേഷ മൊസാംബിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ഇവിടെ മപ്പൂട്ടോയിൽ എല്ലാ വർഷവും ഒരു ബിസിനസ് ഇൻ്റർനാഷണൽ എക്സിബിഷൻ നടക്കാറുണ്ട്. ഫസീം എന്ന് പേരിട്ടിരിക്കുന്നു. ഫെയ്റ ഇൻ്റർനാഷണൽ മപ്പൂട്ടോ. ഇപ്പോൾ ഈ വർഷം 2025 കഴിഞ്ഞ മാസമായിരുന്നു, ഓഗസ്റ്റിലായിരുന്നു, 26 മുതൽ 34 വരെ ഒരാഴ്ചയോളം നീണ്ടിരുന്നു. അപ്പോൾ ഞാൻ എക്സിബിഷൻ നേരിട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ബിസിനസ് ചെയ്യാൻ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഒരുവിധം രാജ്യങ്ങളുടെയൊക്കെ കൗണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു എക്സിബിഷനായിരുന്നു. അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളും അവരുടെ പ്രൊഡക്ട്സുകൾ, സർവീസുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി അവിടെ കൗണ്ടർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൊസാംബിക്കിലെ ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള പവനുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഇന്ത്യൻ ഹൈ കമ്മീഷൻ്റെ കൗണ്ടറും അവരുടെ നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ബിസിനസ് ഇല്ലാത്ത പല കമ്പനികളും അവർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ഷൻ സർവീസ് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ മപ്പൂട്ടോയിലാണ് ഇത് നടക്കാറുള്ളത്. മപ്പൂട്ടോന്ന് ഏകദേശം ഒരു 100 കിലോമീറ്ററിനുള്ളിൽ മറക്കോയിൻ എന്ന സ്ഥലത്താണ്. ഒരു വലിയൊരു സ്ഥലത്ത്, ഏകദേശം വലിയൊരു സ്ഥലം അവിടെ ഈ സ്ഥലം ഇതിനായിട്ട് മാത്രം എല്ലാ വർഷവും എക്സിബിഷൻ നടക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത വർഷത്തിലൊക്കെ ബിസിനസ് ഈ എക്സ്പോയിൽ പങ്കെടുക്കാൻ, എക്സിബിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലെ വിശേഷങ്ങൾ കാണാം. എല്ലാ കൗണ്ടറും ഞാൻ വിസിറ്റ് ചെയ്തു. വളരെ രസകരമായിട്ട് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രൊഡക്ട്സുകളും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ സ്റ്റാൾ ഉണ്ടായിരുന്നു, അൽ ജസീറയുടെ സ്റ്റാൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ആ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഫെയ്റ ഇൻ്റർനാഷണൽ മപ്പൂട്ടോ ഫസീം. അതാണ് ഫസീം ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പോ മപ്പൂട്ടോയിൽ. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, കുറച്ച് ദിവസങ്ങളായി. അതിൻ്റെ എൻട്രൻസ് ആണിത്. കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി സ്റ്റാളുകൾ നമുക്ക് അതിനുള്ളിൽ പോയിട്ട് കാണാം. Vamos fazer uma foto da família aqui. Tá bom, deixa eu ver. Starting. മറക്കോൻ്റെ പവലിയൻ. ഒരുപാട് സ്റ്റോളുകളുണ്ട്, മൊത്തം സ്റ്റോളുകളാണ്. ഇവിടെ കീ ചെയിൻ ഫ്രീ ഉണ്ട്. നമ്മൾ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീ ചെയിൻ ഫ്രീ ആയിട്ട് കിട്ടും. മറക്കോൻ്റെ പവനയിലുള്ള ഫസ്റ്റ് എൻട്രൻസ് ഏരിയ മൊത്തം സ്റ്റാളുകളാണ്. ഒരു 1.5 എക്സിബിഷനാട്ടാ. എല്ലാ സ്റ്റാളുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഫാസിം വേഷ ഇൻ്റർനാഷണൽ മപ്പൂട്ടോ അടിപൊളി പരിപാടിയാണ്. ഫുള്ള് പവനയിൽ സെറ്റ് ചെയ്തിട്ട് എല്ലാ ഇതും ഒരുവിധം കൊണ്ടാ. വാഹനങ്ങളടക്കം അവരുടെ സ്റ്റാളുകൾ അടക്കണം. ബസ്, ട്രാക്ടർ എല്ലാ വർഷവും മൊസാംബിക്കിൽ ഉണ്ടാവാറുണ്ട്. ആനക്കൊമ്പുലെ എലഫാന്റ്, ആനക്കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് മറ്റേ തല പോത്തിൻ്റെ തല, കാട്ടുപോത്തിൻ്റെ തല ഉണ്ടല്ലേ. ഇപ്പോൾ എക്സിബിഷനായിട്ട് എല്ലാ സംഭവം. ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നാച്ചുറൽ ജ്യൂസൊക്കെ ഉണ്ട്. അത് പൊട്ടാറ്റോ അത്രയാണ്, മറ്റേ ഫ്രീ ആയിട്ട് കുറച്ച് തന്ന് ടേസ്റ്റ് എടുക്കാൻ തന്നു. അടുത്ത ഫീഡ്സ്, അനിമൽ ഫീഡ് അല്ല, ഫിഷ് ഫീഡ്സ്, ഫിഷിൻ്റെ ഫീഡ്സിൻ്റെ സ്റ്റാള്. എള്ളിൻ്റെ ഒരു സ്റ്റാള്. അവിടെ 2 തരം എള്ളുകൾ. ഞാൻ ഈ എള്ള് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു. കളർ വേറെ നമ്മളെ കരിഞ്ചീരം പോലത്തെ ഒരു എള്ള്, പുണ്ണാക്കുണ്ട്, പുണ്ണാക്ക്, അതുപോലെ പയറുകൾ, കടല സ്റ്റാളുകൾ. പലതരം പരുത്തികൾ, നമ്മൾ കൊക്കോണിൽ നിന്നുണ്ടാക്കുന്ന പരുത്തികൾ നമ്മളൊക്കെ തലേൻ്റെ ഉള്ളിൽ ഇത് കണ്ടിട്ടുള്ളൂ. ഇവിടെ കാണാൻ പറ്റി. ചോളത്തിൻ്റെ 3 ഐറ്റം, വൈറ്റ്, വെസ്റ്റേൺ, മറ്റേ കളർ, 3 ഐറ്റംസ് ചോളം. ഇവിടെ എള്ളുമുട്ടായി. മറ്റൊരു സ്റ്റാളാണ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുടെ സ്റ്റാൾ.
അയ്യോ എന്താ ഇപ്പൊ ഇതൊക്കെ? ഇതാണ് സാധനം കേട്ടാ. കൂറ്റൻ കാള നമുക്ക് ഫുഡ് അങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുത്തില്ല. ഇല്ലെങ്കിലല്ലോ ഒരു പണി കിട്ടും. അപ്പുറത്ത് പശുക്കളുടെ നമ്മളെ സാധാ പശുക്കളൊക്കെ ഫുള്ള് മൃഗങ്ങളെ ഇതാണ്. ഇത് അപ്പുറത്ത് കുറേ പശുക്കളുടെ കാണിച്ചു തരാം. അപ്പോൾ എക്സിബിഷനിൽ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. നമ്മളെ കുതിര ഓട്ടമൊക്കെ ഉണ്ട്. കുതിരനെ നമുക്കിങ്ങനെ ഹോഴ്സ് റൈഡിങ് ഒരു സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ മൃഗങ്ങൾ. ഈ സൈഡ് മൊത്തം പശുക്കളതാ. കാള കൂറ്റൻ പശുക്കളെ ഫുള്ള് സെറ്റപ്പാണ്. വലിയൊരു പവലയും തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പുകളുണ്ട്. ഓക്കെ, എൻ്റെ അല്ല ഓരോ കോഴികളുണ്ടല്ലേ, നമ്മളെ നായനെ വെല്ലുന്ന ടൈപ്പുള്ള കോഴികൾട്ടാ. കോഴിയുടെ സ്റ്റാളാണിത്, കോഴിയുടെ സ്റ്റാൾ. എല്ലാ ടൈപ്പ് കോഴികളും വലിയ വലിയ കോഴികൾ. ഈ കളർ തത്തകള്, കിളി, അടുത്ത പവലിയും കളർ തത്ത കിളികളൊക്കെ ഉണ്ട് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇത് കുതിരയുടെ ഒരു പവലിയ കുതിരകൾട്ടാ. അതിന് ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോത്രമാണ് 4 വയസ്സായിക്കണം അതിന് അത് പറഞ്ഞു. അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിരുന്നതാണ്. വാർബേർഗ് മഷുദ് ഫെമിക്ക ഫെമിനിന്ന് പറഞ്ഞാൽ പെണ്ണ്. പിന്നെ കവാലിനെ പോർച്ചുഗീസിൽ ഇതിന് പറയാം. പിന്നെ 3 കുതിരകളൊരു ഇതിലുണ്ട്. ആടിൻ്റെ പവലിയാൻ. ആടുകൾ ഫുള്ള് സെറ്റപ്പ് ആടുകൾ. നമ്പറൊക്കെ ഉണ്ട് ആട്. ചെമ്മരിയാടും കുട്ടനാടും എല്ലാ ആടുകളും ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മൊത്തം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ പവനിയല്ലോ അതിലൊന്നുമില്ല. ഇത് ഫ്രീ ആണ്. അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ച് മാഞ്ഞു പോയതാ കേട്ടോ. എഴുതി വെച്ചാൽ മാഞ്ഞു പോയത്. ആടുകളെ പോലെ ചെമ്മരിയാടൊക്കെ ഉണ്ട്. നല്ല സെറ്റപ്പ് വലിയ ചെമ്മരിയാടൊക്കെ ഉണ്ട്. ഇത് ഭക്ഷണത്തിനുള്ള പവനാണ്. മുകളിൽ തിരക്കാം. നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്ക്. ഇപ്പം സമയം അതേപോലെ തന്നെ ഒരു 2:30 മണിയാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ മാത്രം പോകും. അങ്ങനെ മൃഗങ്ങളുടെ സ്റ്റാളിലെത്തി മുതലാണ് എടുക്കുന്നത്. ഒരു മുതലക്കുട്ട അവിടെ എടുക്കുന്നു. മുതലത് അപ്പുറത്ത് ഇങ്ങനെ ഇതുകളുണ്ട്. ചെടികൾ, പലതരം കവുങ്ങ് ചെടികൾ. ഇതെന്താ മുതലിന്റെ തോലില്ലേ? മുതലിന്റെ തോലൊക്കെ മുതലിന്റെ തോല്, പാമ്പ്. എന്ത് പാമ്പാടോ? അനക്കൊണ്ടേ എന്താ അത് വെള്ളമുണ്ട്. കുഞ്ഞോള എൻ്റെ കമ്പനി, കുഞ്ഞോള എൻ്റെ കമ്പനി തരേ. എൻ്റെ കമ്പനി മാവുകൾ, കുറച്ച് മൃഗങ്ങൾ കഴിഞ്ഞു. ഇവിടെ കരകൗശല വസ്തുക്കളാണ്. അപ്പുറത്ത് കോഴികളുണ്ട്. ഇത് മറ്റേ നൂലുകൊണ്ട് നെയ്താണ്. കൈ കൊണ്ട് നെയ്ത, നൂലുകൊണ്ട് നെയ്ത രൂപങ്ങളാണ്. താറാവുകൾ, അടിപൊളി താറാവുകളുണ്ട്. വെറൈറ്റി താറാവ്. കോഴി, ചീമക്കോഴി, മുട്ട, കാടമുട്ട, ചീമക്കോഴികൾ, മുയൽ. മറ്റൊരു സ്റ്റാളാണ്. മറ്റേ ഓരോ സ്റ്റേറ്റിൻ്റെ നമ്പൂള, പ്രൊവിൻസ് നമ്പൂള, അപ്പുറത്ത് പ്രൊവിൻസ് കാബുജിലിക. അത് അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെ പവലിയനുകളാണ്. അവരുടെ സാധനങ്ങൾ സെയിൽ ചെയ്യാറുള്ളത്. ഇത് സിംബാബ്വേയുടെ പവലിയനാണ്. അവിടുത്തെ ഓരോ പ്രൊഡക്റ്റുകൾ, ബാറ്ററി, ഡ്രസ്സുകൾ. തൊട്ടപ്പുറത്ത് ഇറ്റാലിയുടെ പവലിയനുണ്ട്. ഇറ്റാലിയുടെ പ്രൊഡക്റ്റുകൾ ഓരോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ കിട്ടും സിംബാബ്വേൻ പ്രൊഡക്ട്സുകൾ നമുക്ക് ഈ പവലിയനിൽ. ഹായ്, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫ്രം സിംബാബ്വെ, റൈറ്റ്? താങ്ക് യു. അതേ പവലിയനിൽ തന്നെ തൊട്ടടുത്ത് അൽമാനിയുടെ സ്റ്റാളുണ്ട്. അൽമാനിയുടെ പ്രൊഡക്ട്സുകളുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ റിപ്പബ്ലിക് ഓഫ് മലാവിയുടെ പ്രൊഡക്ട്സുകൾ സെയിൽ ചെയ്യുന്ന സ്റ്റാളുകളുണ്ട്. മലാവിയുടെ പ്രൊഡക്ട്സുകളാണ്. മെയ്ഡ് ഇൻ ജർമ്മനിയുടെ കാറുകളുണ്ട്. അലുമിനിയം ജർമ്മനിയുടെ മെയ്ഡ് ഇൻ ജർമ്മനി കാറ് സെറ്റെല്ലാം.
ഇത് ജർമ്മനിയുടെ അൽമാനിയ. ചില സ്റ്റാളുകൾ കാലിയാണ്. തൊട്ടടുത്ത് തന്നെ കെനിയയുടെ പവലിയുണ്ട്. കെനിയയുടെ പ്രൊഡക്ട്സുകൾ വെക്കുന്ന പവലിയുണ്ട്. റിപ്പബ്ലിക് ഓഫ് കെനിയ. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മൾ ജർമ്മനിയുടെ പവലിയനാണ്. കാറൊക്കെ ഉണ്ട് ജർമ്മനിയുടെ. ഈ പവലിയനിൽ ഇത്രയേ ഉള്ളൂ. 4-5 രാജ്യങ്ങളുടെ പവലിയനുണ്ട്. തൊട്ടടുത്തൊരു പവലിയ തുന്തോറും കയറി. സൗത്ത് ആഫ്രിക്കയുടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഉള്ളിൽ കയറിയാലും അറിയുള്ളൂ. എന്തെങ്കിലും കയറിയോ? സൗത്ത് ആഫ്രിക്കയുടെ പവലിയൻ നല്ല സെറ്റായിട്ട്. ഈ പവലിയൻ നല്ല ആളുകളുണ്ട്. അത്യാവശ്യം ആളുകൾ കാണാനുണ്ട്. തായ്ലാൻഡിൻ്റെ സ്റ്റാളാണ്. തായ്ലാൻഡിൻ്റെ സാധനങ്ങളുണ്ട്. തൈലൊക്കെ ഉണ്ടോ? തൈലം ഇത് തായ്ലാൻഡിൻ്റെ സ്റ്റാളാണ്. Hola, boa tarde, como está? Tailândia. തൊട്ടപ്പുറത്തെ സൈഡിലാണ് സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റാളുകളുള്ളത്. പക്ഷേ സ്റ്റാളുകളൊക്കെ കാലിയാണ്. ഇന്ന് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് ചിലപ്പോൾ. ഇത് സ്റ്റാളുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പോയിട്ടുണ്ടാവും ആളുകൾ. റുവാണ്ടയുടെ സ്റ്റാൾ തൊട്ടപ്പുറത്ത്. അൽ ജസീറയുടെ സ്റ്റാളൊക്കെ ഉണ്ട്. ഇത് റുവാണ്ട, അൽ ജസീറയുടെ ഒരു കൗണ്ടർ ഉണ്ട്. നമ്മുടെ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ പൊട്ടത്ത് നമ്മളെ രാജ്യത്തിൻ്റെ കൗണ്ടർ ഉണ്ട്. കൗണ്ടർ കാലിയാണ്, ആരും കാണുന്നില്ല. പോയേക്കാം. ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ബ്രസീലിൻ്റെ ഒരു സ്റ്റാൾ. പക്ഷേ ഈ സാധനങ്ങളിലൊക്കെ കാലിയാണ്. സാർ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മളെ രാജ്യം, നമ്മളെ നാട്ടിലെത്തി. നമ്മളിവിടെ സ്റ്റാളിലൊക്കെ ആൾ കുറവാണ്. ഡോക്ടർ അഗർവാൾ ഐസ് ഹോസ്പിറ്റൽ. ഇന്ത്യയിലെ ഹോസ്പിറ്റലാണ് ഡോക്ടർ അഗർവാൾ ഐസ് ഹോസ്പിറ്റൽ. ഇന്ത്യയുടെ സ്റ്റാൾ. ഇവിടെ നിന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൾ. ഇന്ത്യയുടെ സ്റ്റാൾ ആദ്യം ഹോസ്പിറ്റലിൻ്റെ. ഇന്ത്യയുടെ അല്ലേ? ഇത് ഇന്ത്യത്തല്ലേ ഡോക്ടർ അഗർവാൾ? ഇന്ത്യത്തെ കമ്പനി. ഇനി ഇവിടെ നിന്നാണ്ട് ഇന്ത്യയുടെ സ്റ്റാളുകളല്ലേ? അത് സാധ്യത. കാരണം ഹൈ കമ്മീഷൻ്റെ ഇത് അവിടെ ഉണ്ട്. ഭാരത് പെട്രോളിയത്തിൻ്റെ സ്റ്റാള്. അപ്പോൾ എന്തായാലും ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ഒരു എക്സിബിഷനിൽ നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു സ്ഥാപനമുണ്ട്. ഭാരത് മാതാ കീ ജയ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഓക്കെ വെരി മച്ച്. അന്ന് പൊന്തിച്ചു പിടിക്കും നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്. ഇതാ നമ്മളിവിടുന്നാണ്. Aqui para lá é estado indiano, né? Aqui para lá é indiano. Sim. Aqui tem aquilo High Commission. Sim. Já viu? Já viu. Depois aqui para estado de indianos, né? Bumba, South Africa, Indian Company. Okay. Vamos ver? Já foi. Okay. Obrigado, né? Estamos juntos. Obrigado. Kudumba. South Africa. ഇന്ത്യയുടെ സ്റ്റാളുകളൊക്കെ കഴിഞ്ഞു. മറ്റൊരു പവലിയൻ മിനിസ്റ്റർ ഗവൺമെൻറ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇവിടെ ഒരു സ്റ്റാളുകളുണ്ട്. MC-Net ഇൻ്റർനെറ്റിൻ്റെയാണ്. യാങ്ക് കൊടുത്ത് ട്രാൻസ്പോർട്ടിൻ്റെയാണ്. തൊട്ടടുത്ത് റോബോട്ടിൻ്റെ യാങ്കോ. ഇത് നല്ലൊരു ട്രാൻസ്പോർട്ട് ഇതാണ്, സർവീസാണ് യാങ്കോ. അപ്പോട്ടിലൊക്കെ ആദ്യം വരുന്നവർക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ സിമ്പിളാണ്, സുഖമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. എല്ലാതും ഉണ്ട്. കാറ്, ബൈക്ക്, ഓട്ടോറിക്ഷ. വളരെ ചീപ്ലെസ്സും നല്ല സർവീസാണ് യാങ്കോ. ന്യൂസിലാൻഡ്
ബുണ്ടസ്ലാൻഡ്. ഇവിടെ കയറിയ സ്റ്റാളുകളിൽ നല്ലൊരു സ്റ്റാളാണിത്. മത്തോള മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൾ. ഓരോ പ്രൊഡക്റ്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ കയറിയുമ്പോൾ നമ്മൾ നല്ല വെൽക്കം ചെയ്തിട്ട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മത്തോള പ്രൊഡക്റ്റുകൾ 50 വർഷമായി മൊസാംബിക്ക് ഇൻഡിപെൻഡൻസ് ആയിട്ട്. തലവരെ കുറേ സ്റ്റാളുകളുണ്ട്. കുറേ സ്റ്റാൾ നിയാസ അടിച്ചിരുന്ന് വരുന്ന നല്ല പുകലുണ്ട് ഇവിടെ. പുകല അയ്യോ